പറഞ്ഞു തരാം. നിങ്ങൾക്കറിയാവുന്ന പ്രാർത്ഥനയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണോ, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണോ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കർത്താവ് തന്ന അനുഗ്രഹങ്ങൾ. അപ്പോൾ ദൈവം ആദ്യം തന്ന പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഞാനിവിടെ പറയുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ പിന്നാലെ അതിൻ്റെ ഓരോ കാര്യങ്ങളും കൂടി ആസ്പദമാക്കി പറയുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ദൈവത്തെ അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ കുർബാനയിലൂടെയാണ്. തമ്പുരാന്റെ വലിയൊരു സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് 2018 വലിയൊരു ക്രൈസിസ് വന്നു. ആ ക്രൈസിസ് സമയത്ത് എനിക്ക് ദൈവത്തിൻ്റെ വലിയൊരു കൃപ കൊണ്ട് അട്ടപ്പാടി ഷെഹ്യൂൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു 5 ദിവസത്തെ ധ്യാനത്തിന് പോകാൻ ദൈവം അവസരം തന്നു. ആ ധ്യാനത്തിലൂടെ എനിക്ക് ഒരുപാട് ദൈവാനുഗ്രഹം ദൈവം തന്നു. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം, എനിക്ക് ജീവിതത്തിൽ അറിയാത്തൊരു കാര്യം ആ ധ്യാനത്തിലൂടെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഒന്ന്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവ് എനിക്ക് അന്ന് ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തി തന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കാം. അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഈ സന്ദേശം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ദൈവവചനം എന്ന ആയുധം ഉപയോഗിക്കേണ്ട രീതികളെ കുറിച്ച് പരിശുദ്ധാത്മാവ് എനിക്ക് ആ ധ്യാനത്തിലൂടെ മനസ്സിലാക്കി തന്നു. അന്ന് ധ്യാനം ലീഡ് ചെയ്തത് നമ്മുടെ പ്രധാനപ്പെട്ട വൈദികൻ ഫാദർ സാംസൺ അച്ഛനായിരുന്നു. അന്ന് ധ്യാനം ലീഡ് ചെയ്തത് 2018 ഫെബ്രുവരി മാസം 3-ാം തീയതി. അതാണ് എൻ്റെ ആദ്യത്തെ ധ്യാനം. ഒരുപാട് സന്തോഷപ്രദമായിട്ടുള്ള, നമുക്ക് ദൈവത്തിൽ ആനന്ദിക്കാൻ പറ്റിയ ഒരു ധ്യാനമായിരുന്നു അന്നത്തെ ധ്യാനം. പക്ഷെ അന്ന് എൻ്റെ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാനോ ആനന്ദിക്കുവാനോ ദൈവത്തോട് ചേർന്നിരിക്കുവാനോ ഒന്നും പറ്റാത്ത വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാനന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോകുക എന്നതിനർത്ഥം മരിക്കുക, മരണത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു എൻ്റെ അന്നത്തെ സാഹചര്യം. ആത്മഹത്യ എന്നൊരു ചിന്തയുമായിട്ടായിരുന്നു ഞാൻ അന്ന് യാത്ര പുറപ്പെട്ടത്. പക്ഷെ ദൈവത്തിൻ്റെ വലിയൊരു കൃപ കൊണ്ട് ദൈവം എന്നെ അട്ടപ്പാടി മലമുകളിലേക്ക് എത്തിച്ചു. അത് പരിശുദ്ധാത്മാവ് എത്തിച്ചതാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപയിലൂടെയാണ് ഞാൻ അവിടെ എത്തുന്നത്. പക്ഷേ ഒരുപാട് സങ്കടവും പ്രയാസങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ എത്തിയത്. പക്ഷേ ആ ധ്യാനം എനിക്ക് ഒരുപാട് സന്തോഷം, അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തന്നു. ഒന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയാൻ സാധിച്ചു. രണ്ടാമത്തെ കാര്യം, ദൈവവചനം എന്ന ആയുധം ഉപയോഗിക്കേണ്ട രീതിയെ കുറിച്ച് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തന്നു. അതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ചുള്ള ഒരു അറിവ്. എന്താണ് വിശുദ്ധ ഗ്രന്ഥം? എന്താണ് ദൈവത്തിൻ്റെ വചനം? ജീവിക്കുന്ന ദൈവത്തെ നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? അങ്ങനെ ഒരുപാട് അറിവുകൾ എനിക്ക് ആ ധ്യാനത്തിലൂടെ ലഭിച്ചു. അത് മാത്രമല്ല, രോഗസൗഖ്യം ലഭിച്ചു. അപ്പോൾ പിന്നീട് ജപമാലയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ വിശ്വാസ പ്രമാണത്തിന്റെ ശക്തി എന്താണെന്നും തിരിച്ചറിവ് കിട്ടി. അതുപോലെ വിശുദ്ധ കുമ്പസാരത്തിൽ നമുക്ക് ലഭിക്കുന്ന വിടുതൽ. തീർച്ചയായിട്ടും കുമ്പസാരത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് അന്നത്തെ ആ ദൈവവചന ശുശ്രൂഷയിലൂടെ മനസ്സിലായി. അതിലൂടെ എനിക്കൊരു സൗഖ്യം ലഭിച്ചു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അതുപോലെ തന്നെ വെഞ്ചരിപ്പ് പ്രാർത്ഥനയും രോഗശാന്തി ശുശ്രൂഷയും. എന്താണ് വെഞ്ചരിപ്പ്, എന്താണ് രോഗശാന്തി എന്ന് എനിക്ക് ആ ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു. അപ്പോൾ അട്ടപ്പാടി ഷെഹ്യൂൻ ധ്യാന കേന്ദ്രമാണ് എൻ്റെ ആദ്യത്തെ
ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബർത്ത് പ്ലേസ്, ഞാൻ രണ്ടാമത് ജനിച്ചത് അവിടെയാണ്. ഒന്നാമത്തെ മനുഷ്യൻ ജനിച്ചു മരിച്ചു, രണ്ടാമതൊരു ജന്മം തമ്പുരാൻ എനിക്ക് ആ ധ്യാനത്തിലൂടെയാണ്, ആ ധ്യാന കേന്ദ്രത്തിലൂടെയാണ് അനുഗ്രഹിച്ചത്. തീർച്ചയായിട്ടും ഞാൻ ആ ധ്യാന കേന്ദ്രത്തോടും അതിലെ ഭാരവാഹികളോടും, പ്രത്യേകിച്ചും നമ്മുടെ ഫാദർ സേവ്യർ ഖാൻ പട്ടേൽ അച്ഛൻ, കാരണം അച്ഛൻ എൻ്റെ ആത്മീയ ഗുരുവാണ്. പക്ഷെ നേരിട്ടല്ല, എൻ്റെ ആത്മാവിലുള്ള ആത്മീയ ഗുരു. ദൈവമാണ് ഒന്നാം സ്ഥാനത്ത്. പക്ഷെ എനിക്ക് എൻ്റെ ഗുരു എന്ന് പറയാൻ എനിക്ക് എൻ്റെ ആത്മാവിലുള്ള ഒരു വ്യക്തി പട്ടായലച്ഛനാണ്. കാരണം അച്ഛൻ്റെ അഭിഷേകി എന്ന ശുശ്രൂഷയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എനർജി ലഭിച്ചത്. അങ്ങനെയാണ് ഞാൻ അട്ടപ്പാടിയിലേക്ക് എത്തുന്നതും ദൈവത്തെ അറിയുന്നതും ദൈവ സന്ദേശം മനസ്സിലാക്കുന്നതും എൻ്റെ അന്ധകാര ശക്തിയിൽ നിന്ന് ഒരു മോചനം ലഭിക്കുന്നതും അവിടെ വെച്ചായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും 3 വ്യക്തികളോട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. 3 വ്യക്തികളിൽ ഒരു വ്യക്തിക്ക് എന്നെ വ്യക്തമായിട്ട് അറിയാം, ബാക്കി 2 വ്യക്തികൾക്കും അറിയത്തില്ല. അത് ഒന്ന് പട്ടായലച്ഛൻ, എന്നെ കുറിച്ചൊന്നും അറിയത്തില്ല. അച്ഛനെ കുറിച്ച് എനിക്കറിയാം, ഞാൻ അച്ഛൻ്റെ ശുശ്രൂഷ എല്ലാ സമയത്തും കാണുന്നുണ്ട്. പക്ഷെ ഒരുപാട് സ്നേഹവും ബഹുമാനവും ഉണ്ട്. അച്ഛൻ ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. തീർച്ചയായിട്ടും ആ അച്ഛൻ്റെ അഭിഷേകന പ്രോഗ്രാമിലൂടെയാണ് എനിക്ക് ആദ്യമായ ഒരു അത്ഭുതം ദൈവം ഒരുക്കി തരുന്നത്. അത് ഓൺലൈൻ ശുശ്രൂഷയിലൂടെ. അപ്പോൾ എനിക്ക് തോന്നി, എന്നാൽ പിന്നെ ഒരു ധ്യാനം പോയി കൂടാം. ആ ധ്യാനം അനുഗ്രഹപ്രദമായി മാറി. പക്ഷെ ആ സമയത്ത് സാംസൺ അച്ഛനായിരുന്നു ധ്യാനം ലീഡ് ചെയ്തിരുന്നത്. അച്ഛൻ വിദേശത്ത് എവിടെയായിരുന്നു. എങ്കിലും ഞാൻ പ്രധാനമായിട്ടും സാംസൺ അച്ഛനോട് എൻ്റെ ജീവിതത്തിൽ കടപ്പെട്ടിരിക്കുന്നു. കാരണം എന്തായെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് അവിടെ വെച്ചായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു ജീവിത രീതിയായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. പിന്നീട് എൻ്റെ കൗൺസിലിംഗ് ഗുരു രാജു ബ്രദറിനോട് ഞാൻ ദൈവനാമത്തിൽ ഒരുപാട് നന്ദി പറയുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണ്ടി അന്ന് 2 മണിക്കൂറോളം സമയമെടുത്ത് പ്രാർത്ഥിച്ചു, ദൈവ സന്ദേശം തരികയും ചെയ്തു. ആ സന്ദേശങ്ങളെല്ലാം 100% സത്യസന്ധമായിരുന്നു. അന്നാണ് എനിക്ക് വചനം, ധ്യാനം, ശുശ്രൂഷ, കൗൺസിലിങ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു അറിവ് ലഭിച്ചത്. ഇതൊക്കെ സത്യമായിരുന്നു എന്ന് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ധ്യാനത്തിന് പോകുന്നതിന് പോയിട്ട് എൻ്റെ മാതാപിതാക്കൾ എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു എന്ന് പറയുമ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, അതൊക്കെ കാശ് കൊടുത്തിട്ട് പറയിപ്പിക്കുന്നതാണ് മോനെ, നീ മണ്ടനാകരുത്, നീ ഓൾറെഡി മരമണ്ടനാണ്, ഇനിയും മണ്ടനാകരുത്, നീ ഓൾറെഡി. ശരിയാ, സത്യമായിട്ട് നമ്മളെല്ലാവരും ചില സമയത്ത് മണ്ടന്മാരായി പോകുന്നു. എന്ത് ചെയ്യാനാ, നമ്മുടെ സിറ്റുവേഷൻ, സാഹചര്യം, ആരെയും നമുക്കൊന്നും വിധിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും പറ്റത്തില്ല. പിന്നീട് എന്നോട് അടുത്ത സന്ദേശം പറഞ്ഞു, നീ ഇനിയും മണ്ടനാകരുത്. പക്ഷേ അന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം തന്നു, മോനെ നീ വന്ന് കാണുക. മീൻസ് ഈശോ നഥാനേലിനോട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വ്യക്തിയോട് ഈശോ പറയുന്ന ഒരു ദൃശ്യമുണ്ട്, ഒരു സന്ദർഭമുണ്ട്, വന്ന് കാണുക. അപ്പോൾ എനിക്കും അത് തന്നെയാണ് സന്ദേശം തന്നത്, നീ വന്ന് കാണുക. തീർച്ചയായിട്ടും ഞാൻ അതിനെയൊക്കെ വിച്ഛേദിച്ചുകൊണ്ട് ആ മലമുകളിലേക്ക് യാത്ര തിരിച്ചു. ഒരുപാട് സഹനങ്ങളും ത്യാഗങ്ങളുമുള്ള യാത്രയായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് യാത്ര കംപ്ലീറ്റ് ചെയ്യാനും ആവശ്യത മണ്ണിലേക്ക് എത്താനും സാധിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്താണെന്ന് എൻ്റെ നഗ്ന നേത്രം കൊണ്ട് എനിക്ക് ദർശിക്കാനും സാധിച്ചു. ആദ്യം ധ്യാനം തുടങ്ങി 1-ാമത്തെ ദിവസം കഴിഞ്ഞു, അനുഗ്രഹങ്ങളൊന്നും കിട്ടിയിട്ടില്ല. 2-ാമത്തെ ദിവസം കഴിഞ്ഞു, അനുഗ്രഹങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഒരുപാട് വ്യക്തികൾക്ക് ആദ്യത്തെ ദിവസത്തെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നതായിട്ട് അവർ കൈ ഉയർത്തുന്നത് കണ്ടു. ഞാൻ ആദ്യം തമാശയായ രീതിയിൽ അത് ഏറ്റെടുത്തു. കാരണം എന്താ, എനിക്കൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ടായിരിക്കുക. 2-ാമത്തെ ദിവസം ഒരുപാട് വ്യക്തികൾ അനുഗ്രഹം കിട്ടിയതായിട്ട് കൈ ഉയർത്തി. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇതെന്താ എനിക്ക് മാത്രം ഒന്നും തരാത്തത്?
അപ്പൊ എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു, തൊണ്ട കുത്തി ചുമ. അറൗണ്ട് ഒരു 3 മാസമായിട്ട് വിദേശത്ത് നിന്ന് വന്ന സമയത്ത് ചുമയായിരുന്നു. പല മരുന്നും കഴിച്ചിരുന്നു. പല മരുന്നും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ചുമയുടെ മരുന്നുകൾ 2-3 ടൈപ്പ് സിറപ്പ് ആയിട്ടാണ് ഞാൻ അട്ടപ്പാടിയിലേക്ക് പോയതെന്ന്. അപ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. വിദേശത്ത് അവിടെ ഡോക്ടറെ കാണിച്ചിരുന്നു, മരുന്നൊന്നും മാറിയില്ല. നാട്ടിൽ ഡോക്ടറെ കാണിച്ചു, പ്രധാനപ്പെട്ട ഡോക്ടറെ 2-3 പേരെ കാണിച്ചു. പക്ഷെ അവര് മാറും എന്ന് പറഞ്ഞ് മരുന്ന് തന്നു, പക്ഷെ മാറ്റമില്ല. അങ്ങനെ 3 മാസം കഴിഞ്ഞിട്ടും മാറ്റമില്ല. പക്ഷെ അട്ടപ്പാടി പോയി മരുന്നുമായിട്ടാണ് അട്ടപ്പാടിയിൽ പോയത്, ധ്യാനത്തിൽ പോയത്. പക്ഷെ എൻ്റെ അവിശ്വാസമാണ്, നമ്മുടെയൊക്കെ അവിശ്വാസമാണ് ദൈവം പ്രവർത്തിക്കാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം. അന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ഒരു വിശ്വാസം ഉണ്ടായിട്ടില്ല. സത്യം പറയാലോ, ഒരു വിശ്വാസം ഉണ്ടായിട്ടില്ല. കാരണം എങ്കിലും ദൈവം എന്തെങ്കിലും കാര്യം നമ്മുടെ ജീവിതത്തിൽ തരും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. നമ്മളെ അതല്ല പൂർണ്ണമായും വിശ്വസിച്ചിട്ടല്ല ആരും ഒരു കാര്യവും ചെയ്യുന്നത്, അതെനിക്ക് മനസ്സിലായി അന്ന്. പക്ഷെ ഞാനന്ന് എല്ലാവർക്കും അനുഗ്രഹം കിട്ടുന്ന സമയത്ത് ദൈവത്തോട് പെറുപെറുത്തു. എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്നുണ്ട്, എനിക്ക് മാത്രം എന്തുകൊണ്ട് തരാത്തത്? അങ്ങനെ ചോദിക്കാൻ നമുക്ക് അർഹതയില്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പോഴൊന്നും ദൈവത്തിൽ നിന്ന് ആൻസർ ഒന്നും ലഭിച്ചില്ല. അപ്പോൾ ഞാൻ വിഷമത്തോടുകൂടി എല്ലാവരും ഇരിക്കുന്ന ആൾക്ക് ഞാൻ വരുന്നു. പിന്നീട് 3-ാമത്തെ ദിവസം തന്നെ വൈകുന്നേരം ഒരു 6 മണിക്ക് ഒരു വെഞ്ചരിപ്പ് പ്രാർത്ഥന നടന്നു. 6 മണി 7 മണി ആ ഇടയിൽ, അറൗണ്ട് 7 മണിയാന്ന് തോന്നുന്നു. അപ്പോൾ ആ വെഞ്ചരിപ്പ് പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എൻ്റെ ഈ കൊത്തി കൊത്തിയുള്ള ചുമ ഇതൊന്ന് മാറിയാലേ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം. ഞാനിങ്ങനെ പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞോളാം, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളാം. ഒന്നുമില്ലെങ്കിൽ ഞാൻ അവര് സാക്ഷ്യം പറയുന്ന സമയത്ത് എഴുന്നേൽക്കാൻ പറയുന്ന സമയത്ത് എഴുന്നേറ്റ് അങ്ങ് ഞാൻ മഹത്വപ്പെടുത്തിക്കോളാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ദൈവം അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ആ വെഞ്ചരിപ്പ് പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 3 സെക്കൻഡുകൾക്കുള്ളിൽ എൻ്റെ ചുമ പൂർണ്ണമായും തമ്പുരാൻ, അസ്വസ്ഥത അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. സാധാ ചുമയല്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അത്. കാരണം ധ്യാനം പ്രോപ്പർലി കൂടാൻ പോലും പറ്റാത്തൊരവസ്ഥ. പക്ഷെ തമ്പുരാന്റെ വലിയൊരു അത്ഭുതം എനിക്ക് അവിടെ മനസ്സിലായി. ആ വെഞ്ചരിപ്പ് പ്രാർത്ഥന കഴിഞ്ഞ് 3 സെക്കൻഡുകളിൽ എൻ്റെ ആ ചുമ പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. അപ്പോൾ എനിക്ക് സംശയം, മാറിയോ ഇല്ലയോ എന്നൊരു സംശയം. അപ്പോൾ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, എടാ മാറി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കൺഫ്യൂഷനാണ്. കാരണം ഞാൻ കരുതി ഇപ്പൊ തൽക്കാലം ഉറപ്പില്ലല്ലോ, ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് കൈ ഉയർത്താം. അങ്ങനെ പിന്നെ അച്ഛൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, എന്നവരെന്ന് പറഞ്ഞ അസുഖങ്ങളുള്ള ആളുകളെയൊക്കെ ദൈവം സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു, അപ്പോൾ കൈ ഉയർത്താൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ കൈ ഒന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മളെല്ലാവരും എല്ലാ കാര്യത്തിലും സംശയമുള്ള ആളുകളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷെ ദൈവം വിശ്വസ്തനാണ്. തീർച്ചയായിട്ടും വലിയൊരു അത്ഭുതമായിരുന്നു എനിക്ക് നടത്തി തന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ജീവിക്കുന്ന ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഈ ദേവാലയത്തിലുണ്ട് എന്നെനിക്ക് ബോധ്യമായി. കാരണം നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. എനിക്കാരും കാശോ പാരിതോഷികമോ ആരും തന്നിട്ടൊന്നുമില്ല കേട്ടോ. സഭക്കാരോ പട്ടക്കാരോ പള്ളിക്കാരോ ആരും ഇന്നുവരെ പാരിതോഷികമൊന്നും തന്നിട്ടില്ല. ഞാൻ വാങ്ങാനും പോയിട്ടില്ല. കാരണം അതിനേക്കാൾ വലിയൊരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. അവൻ സർവശക്തനാണ് എന്ന് ഒരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ എല്ലാവരോടും എനിക്ക് സ്നേഹവും ബഹുമാനവും 100% ഉണ്ട്. കാരണം മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അപരാധങ്ങളും എല്ലാവർക്കും പറ്റാം. അതിന് നമുക്ക് അവരെ പഴി പറയാനോ കുറ്റം പറയാനോ ഒന്നും അർഹതയില്ല. കാരണം ഞാനും പാപിയാണ്, പാപികളിൽ ഒന്നാമനാണ്. നിങ്ങളെല്ലാവരും പാപികളാണ്, പാപികളിൽ ഒന്നാമനാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങളാരും സമ്മതിക്കുകയില്ല. കാരണം ഇന്ന് പാപികൾ പാവം ചെയ്തെന്ന് പറയണ്ട, മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് അംഗീകരിച്ചാൽ മതി. ഞാനും നിങ്ങളും എല്ലാവരും പാപികളാണ്. ഞാൻ പറയുന്നു, ഞാൻ പാപികളിൽ ഒന്നാമനാണ്. കാരണം എൻ്റെ ജീവിതം അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നീട് സർവശക്തനായ തമ്പുരാൻ കർത്താവാണ് എന്നെ പാപത്തിൽ നിന്നും പാപമാലിന്യത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച്
ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തിയത് നമ്മൾ മനുഷ്യരാണ്. നമുക്ക് തെറ്റുകളും കുറ്റങ്ങളും വരാമെന്ന് ദൈവം വചനത്തിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾ സാധാരണ മനുഷ്യനാണ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എല്ലാവർക്കും ഇത് സംഭവിക്കും. ഇത് വിശുദ്ധ ഗ്രന്ഥം ലൂക്കയുടെ സുവിശേഷത്തിൽ വചനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ അന്നത്തെ അവസ്ഥ എന്താ? വിട്ടുമാറാത്ത ചുമ, കിഡ്നിയിൽ 3 കല്ല്, ആകെ അവസ്ഥ, മാനസികമായിട്ട് പിരിമുറുക്കം, അങ്ങനെ പല പ്രയാസങ്ങൾ. അങ്ങനെ എന്താ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് മാനസികമായിട്ട് വല്ലാത്തൊരു പിരിമുറുക്കം എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ഒന്നിനെയും അംഗീകരിക്കത്തില്ല, എല്ലാത്തിനെയും എതിർത്ത് സംസാരിക്കുന്ന ഒരു സ്വഭാവം, വലിയ ദേഷ്യക്കാരൻ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ദേഷ്യം, കോപം എന്ന് പറയുന്നത് എൻ്റെ വലിയ കൂട്ടുകാരായിരുന്നു. അങ്ങനെ കുറെ മനസ്സിന്റെ ഭാരങ്ങൾ, താങ്ങാൻ പറ്റാത്ത ഭാരങ്ങൾ, അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കത് പറഞ്ഞറിയത്തില്ല. അങ്ങനെ ആ ധ്യാന സമയത്ത് ദൈവത്തിന്റെ കൃപ കൊണ്ട് എനിക്ക് കൗൺസിലിങ്ങിലേക്ക് സമയം കിട്ടി. ഞാൻ കൗൺസിലിങ്ങിന് പോയി. രാജീവ് ബ്രദറാണ് കൗൺസിലിംഗ് ചെയ്തത്. അപ്പോൾ രാജീവ് ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നീട് എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. 2 മണിക്കൂറോളം കൗൺസിലിംഗ് പ്രാർത്ഥനയൊക്കെ ചെയ്തു. പക്ഷെ ആ കൗൺസിലിംഗ് ചെയ്ത് പ്രാർത്ഥന കഴിഞ്ഞതിനോടുകൂടി എൻ്റെ മനസ്സിന്റെ ഭാരങ്ങൾ പൂർണ്ണമായും വിട്ടുമാറിപ്പോയി. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അപ്പൊ അവിടെയും സത്യമുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ. അതുപോലെ മാനസിക പിരിമുറുക്കം, തലയിൽ ചൂട് അനുഭവപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു വല്ലാത്ത ഒരവസ്ഥയായിരുന്നു. അത് ദൈവത്തോട് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവും. മനുഷ്യർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അത് അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവും. അതുപോലെ തന്നെ രാത്രി ദുസ്വപ്നം കാണുന്ന ഒരു വല്ലാത്തൊരവസ്ഥ, അത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ്. ഒരു വല്ലാത്ത കെട്ടായിരുന്നു. അപ്പൊ അത് വിട്ടുമാറിപ്പോയി. പിന്നീട് മരിക്കുവാനുള്ള ടെൻഡൻസി, ഇങ്ങനെ ആത്മഹത്യയെ കുറിച്ച് മാത്രം ചിന്ത. ഈ ഭൂമിയിൽ നിന്ന് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി, മരിച്ചാൽ മതി, മരിച്ചാൽ മതി. അങ്ങനെ മരിക്കാൻ വേണ്ടിയിട്ട് പ്ലാനും പദ്ധതിയൊക്കെ തീരുമാനിച്ചിട്ടാണ് ധ്യാനത്തിന് പോയത്. ധ്യാനം കഴിഞ്ഞിട്ട് 2 പ്ലേസ് മനസ്സിൽ സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അത് ഞാൻ പറയാം. അപ്പോൾ മരിക്കാനുള്ള ചിന്താഗതി ദൈവത്തിന്റെ കൃപ കൊണ്ട് അത് മാറി. പിന്നീട് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ജീവിക്കാം എന്നൊരു ചിന്താഗതി മനസ്സിൽ വന്നു. എന്താണ്? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ജീവിക്കാം, മുന്നോട്ട് പോകാം. പിന്നെ പോസിറ്റീവ് ശക്തി ലഭിച്ചു. അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഞാൻ ധ്യാനത്തിന് പോകുന്നതിന് മുമ്പായിട്ട് ആഗ്രഹിച്ചത് എന്താ? ധ്യാനം കഴിഞ്ഞ് ദൈവം എന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, അറിയുന്നില്ലെങ്കിൽ ഊട്ടിയിലോ കൊടൈക്കനാലോ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്യാം എന്നൊരു ചിന്താഗതിയാണ് അന്ന് ധ്യാനത്തിന് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആ കൃപ എന്നിലേക്ക് വന്നു. പിന്നീട് അതായത് അത്രയും ദൂരം ചിന്തിച്ചത് എന്തുകൊണ്ട് കഴിഞ്ഞാല്, നോർമൽ മരണം എനിക്ക് താങ്ങാൻ പറ്റുകയില്ല. അത് എൻ്റെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിലും ബെറ്റർ ദൂരം എവിടെയെങ്കിലും പോയി നമ്മുടെ പൊടി പോലും കിട്ടാൻ പാടില്ല എന്നൊരു ചിന്താഗതിയാകും അന്നുണ്ടായത്. പൊടി പോലും ആർക്കും കിട്ടാൻ പാടില്ല. അങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും വന്യജീവികളോ മൃഗങ്ങളോ എന്തെങ്കിലും കഴിച്ചോളൂല്ലോ. അന്നത്തെ ചിന്താഗതി. അന്ന് അത്രയ്ക്ക് വലിയ നോളജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ലോകത്തിലെ ജീവിതമായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തെ അറിയാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ എൻ്റെ ചിന്താഗതി, എൻ്റെ അനുഭവങ്ങൾ ഞാൻ എന്തിനാ മറച്ചു വെക്കേണ്ട കാര്യം? നമ്മൾ റിയാലിറ്റിയിൽ ആണ് പോകേണ്ടതെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ആരെയും ബോധ്യപ്പെടുത്താനോ ആരുടെ കൈയടി കിട്ടാനോ പ്രോത്സാഹനം കിട്ടാനോ റീച്ച് കിട്ടാനോ ഒന്നിനുമല്ല. സത്യത്തിന് സാക്ഷ്യം വഹിക്കുക. സമ്പത്ത് പാരിതോഷികവും തരേണ്ടത് ജീവിക്കുന്ന ദൈവമായ കർത്താവാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്നത്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അതുപോലെ ധ്യാനത്തിന്റെ ആ ഒരു കൗൺസിലിംഗ് കാര്യങ്ങൾ കഴിയുമ്പോഴേക്കും എനിക്ക് ഒരു പോസിറ്റീവ് ശക്തി ലഭിച്ചു. അപ്പോൾ കൗൺസിലിംഗ് ചെയ്തത് അട്ടപ്പാടി ശിഖ്യം ധ്യാന കേന്ദ്രത്തിലെ രാജീവ് ബ്രദർ ആയിരുന്നു. അപ്പോൾ ബ്രദറിന് ഒരുപാട് അഭിഷേകമുള്ള ബ്രദറാണെന്ന് എനിക്ക് പല മേഖലകളിൽ സന്ദേശം ലഭിച്ചിരുന്നു. കാരണം ഒരുപാട് രോഗസൗഖ്യ ശുശ്രൂഷ കാര്യങ്ങളൊക്കെ ദൈവം ആ വ്യക്തികളിലൂടെ പ്രവർത്തിച്ചതായിട്ടുള്ള ബുക്സ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് റീഡ് ചെയ്തിരുന്നു, വായിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ ശുശ്രൂഷയിലൂടെ ഒരുപാട് മക്കൾക്ക് ദൈവത്തെയും ദൈവവചനവും കൊടുക്കുവാൻ അവസരം പരിശുദ്ധാത്മാവും എനിക്ക് അനുഗ്രഹിച്ചു. അതും വലിയൊരു കാര്യങ്ങൾ. പിന്നീട് ഒരു ശുശ്രൂഷ ഓൺലൈനിലൂടെ തുടങ്ങി. അതിലൊരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും തമ്പുരാൻ കർത്താവ് പ്രവർത്തിച്ച്
ഒരുപാട് മക്കളെ ജീവനിലേക്ക് നയിപ്പിച്ചിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്. അതുപോലെ പരിശുദ്ധാത്മാവിനെ പറഞ്ഞു കൊടുക്കുവാനും ദൈവവചനം എന്ന ആയുധം കൊടുക്കുവാനും എനിക്ക് സാധിച്ചു. അതും ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ്, ദൈവത്തിൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. പിന്നെ വർഷങ്ങളായുള്ള മൈഗ്രെയിൻ തലവേദന, ആ ധ്യാനത്തിലൂടെ 2003 തുടങ്ങിയ ഒരു അസുഖമായിരുന്നു മൈഗ്രെയിൻ തലവേദന. അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. സൗണ്ട് ബഹളങ്ങളൊന്നും എനിക്ക് പറ്റത്തില്ല. പെട്ടെന്ന് ദേഷ്യം, കോപം, ഒന്നും പറയണ്ട. മൈഗ്രെയിൻ അനുഭവിക്കുന്നവർക്കത് മനസ്സിലാകും. അങ്ങനെ 2003 മുതൽ 2017-18 വരെ ഞാൻ അനുഭവിച്ച വലിയൊരു രോഗപീഠയാണ്. ഒരുപാട് മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നു. പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഭാരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അസുഖങ്ങളൊക്കെ നമുക്ക് വരുന്നത്. പക്ഷെ ഭാരം ഏറ്റെടുക്കാൻ പറ്റിയ ഒരാൾ മാത്രമേ ഭൂമിയിൽ നമുക്ക് വേണ്ടി മരിച്ചിട്ടുള്ളൂ. അതാണ് ജീവിക്കുന്ന ജീവനുള്ള കർത്താവായ യേശു ക്രിസ്തു. കാരണം യേശു ക്രിസ്തുവിൽ മാത്രമേ ഈ ഒരു വിടുതൽ തരാൻ പറ്റൂ എന്ന് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായി. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ആരും കാശ് തന്നിട്ടോ മറ്റ് പാരിതോഷികം തന്നിട്ടോ അല്ല ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഒരാളിൽ നിന്നും 1 രൂപ പോലും പ്രതിഫലമില്ലാതെയാണ് ബ്രദർ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉള്ളിലുള്ള ഭയം പൂർണ്ണമായും മാറി. അതും ദൈവത്തിൻ്റെ വലിയൊരു വിടുതലാണ്. അതുപോലെ തന്നെ ആകുലത പൂർണ്ണമായും മാറി. അതുപോലെ തന്നെ നിരാശ, എൻ്റെ വല്ലാത്തൊരു നിരാശപ്പെട്ടൊരു അവസ്ഥയാണ് പറഞ്ഞത്. നിരാശ, എല്ലാം പോയല്ലോ, ഇനി എന്ത് ചെയ്യും, അങ്ങനെ ഒരു നിരാശ. അപ്പോൾ നിരാശയും പൂർണ്ണമായും വിട്ടുമാറിപ്പോയി. ആന്തരിക മുറിവുകൾ, കാരണം ഹൃദയത്തിൽ ഒരുപാട് ആന്തരികമായിട്ടുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. അതും പൂർണ്ണമായും ആ ധ്യാനത്തിലൂടെ അന്ന് രാത്രി നൈറ്റ് വിജൽ ഒരു 2 മണിക്കൂറോളം എല്ലാം ക്ലോസ് ചെയ്തിട്ട് വളരെ സന്തോഷത്തോടുകൂടി ദൈവത്തോട് നമ്മുടെ എല്ലാ പാപങ്ങളും ഏറ്റു പറഞ്ഞുള്ള ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. സാംസൺ അച്ഛനാണ് അത് ലീഡ് ചെയ്തത്. അച്ഛൻ്റെ ആ വലിയൊരു മെസ്സേജ് എൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിലേക്ക് പതിഞ്ഞു. ക്ഷമിക്കുവാനും, നമ്മൾ എല്ലാവരോടും ക്ഷമിക്കുവാൻ വേണ്ടി പറഞ്ഞു. ശത്രുവിനോടും, എത്ര വലിയ വേദന തന്നവരോടും കർത്താവിൻ്റെ സന്നിധിയിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ എല്ലാ പാപങ്ങളും അപരാധങ്ങളും എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയിരിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും എല്ലാം, ഒരുപാട് തെറ്റിൻ്റെ ഒരു കൂമ്പാരമായിരുന്നു എൻ്റെ ജീവിതം. അതെല്ലാം ഞാൻ അന്ന് തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പൂർണ്ണമായിട്ടും എൻ്റെ ഹൃദയത്തെ, ശരീരത്തെ, ആത്മാവിനെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു. ഒരു പൂർണ്ണ കുമ്പസാരം പോലെ ആയിരുന്നു അന്നത്തെ ആ ശുശ്രൂഷ. അപ്പോൾ എൻ്റെ ഭാരങ്ങളെല്ലാം എന്നിൽ നിന്നും വിട്ടുമാറിപ്പോയി. എനിക്ക് പൂർണ്ണമായിട്ടും അന്ന് രാത്രി സന്തോഷപ്രദമായിട്ട് ഉറങ്ങാൻ സാധിച്ചു. അത് വലിയൊരു കൃപയാണ്. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് പല ആളുകൾക്കും ഈ അവസ്ഥ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ടെന്ന് എനിക്കിപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തെ ഒന്ന് ആഴത്തിലേക്ക് ഇറങ്ങി അന്വേഷിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നിരാശ പൂർണ്ണമായി മാറിപ്പോയി. ആന്തരിക മുറിവുകൾ കർത്താവ് സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ദൈവം 2018 ഞാൻ ദൈവത്തോട് പറഞ്ഞ കാര്യം, ദൈവമേ അന്നേക്കുള്ള ആഹാരം, വസ്ത്രം, പാർപ്പിടം തന്നനുഗ്രഹിക്കണമേ. അപ്പോൾ 2018 തമ്പുരാനോട് ഞാൻ ചോദിക്കുമ്പോൾ തമ്പുരാൻ എനിക്ക് ഒരു 7 തിരുവചനമാണ് എനിക്ക് തന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു തിരുവചനം, ഞാൻ ഈ ആഹാരം, വസ്ത്രം, പാർപ്പിടം അങ്ങനെ ചോദിച്ചപ്പോൾ തമ്പുരാൻ ഒരു തിരുവചനം എനിക്ക് തന്നു. ആ തിരുവചനം ഇതാണ്. വിശുദ്ധ ഗ്രന്ഥം മത്തായിയുടെ സുവിശേഷം 6:26. മത്തായിയുടെ സുവിശേഷം 6:26 ഇങ്ങനെ പറയുന്നു, ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഇതാണ് എനിക്കന്ന് പരിശുദ്ധാത്മാവ് തന്ന സന്ദേശം. കാരണം നമ്മൾ ഒന്നുമില്ലാത്തൊരു സ്റ്റേജിലായി പോയി. അന്ന് 0 ലെവൽ എന്ന് പറയാം. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആരെയും കുറ്റമോ തെറ്റുകളോ ഒന്നുമല്ല, എൻ്റെ പോരായ്മകൾ കൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഒരിക്കലും മറ്റുള്ളവരെ വിധിക്കാനോ ആരെയും വിധിക്കാനോ തയ്യാറല്ല. അതിന് അർഹത എനിക്കില്ല. അതുകൊണ്ടാണ്
പിന്നീട് തമ്പുരാൻ തന്ന സന്ദേശമാണ് മത്തായി 6:33. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടത് ഓരോ രീതിയിൽ ഒരുക്കി തരുമെന്ന സന്ദേശം തീർച്ചയായിട്ടും തമ്പുരാൻ അത് പൂർത്തീകരിച്ചിരിക്കുന്നു. അതുപോലെ മത്തായി 6:26 എന്ന വചനം എൻ്റെ ജീവിതത്തിൽ അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചു. കർത്താവ് പറഞ്ഞു, എന്തിനാ മോനെ നീ വിഷമിക്കുന്നത്? നിന്റെ അപ്പനല്ല ഞാൻ, പിന്നെന്തിനാ നീ പേടിക്കേണ്ടത്? നിന്നെ ഞാൻ എത്രയേറെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിനക്കറിയാമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എങ്ങനെ ചോദിച്ചത്? ഹൃദയത്തിൽ നിന്ന്. നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയത്തിലുണ്ട്, വസിക്കുന്നുണ്ട്. ഞാനത് മനസ്സിലാക്കി. എന്നോട് സംസാരിച്ച വചനം ഇതായിരുന്നു, ഈ പക്ഷികളെല്ലാം ഞാൻ തീറ്റിപ്പോറ്റുന്നുണ്ടോ? അപ്പോൾ അതിനേക്കാൾ എത്ര വിലയുള്ളവനാണ് നീ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, ദൈവമേ, ഈ വചനത്തിന് ആഹാരം തരാൻ പറ്റുമോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ വിശ്വസിക്കുന്നെങ്കിൽ ആഹാരമല്ല, നിനക്ക് എല്ലാം തരാൻ ഈ വചനത്തിന് സാധിക്കും. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അതുപോലെ തന്നെ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം 10-ാം തിരുവചനം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. തീർച്ചയായിട്ടും നമ്മുടെ ദൈവം പറയുന്ന കാര്യം ഇതാണ്, ഭയപ്പെടേണ്ട. നമ്മൾ എന്തിനും ഭയപ്പെടണം? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിയമോർത്തിന് 28:7, നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയുടെ വരും, 7 വിടൽ പലായനം ചെയ്യും. അതുപോലെ തന്നെ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാമത്തെ 1-ാം തിരുവചനം, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. തീർച്ചയായിട്ടും നമ്മുടെ ദൈവം നമ്മുടെ സംസാരം, നമ്മുടെ പ്രവൃത്തികളെ എല്ലാം തമ്പുരാൻ കാണുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു സന്ദേശം. അതുപോലെ തന്നെ യേശയ്യാ 66:2, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ആ സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത്. സന്ദേശം സിമ്പിളാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രമിക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ആത്മാവിൽ എളിമ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എളിമപ്പെടാനുള്ള ഒരു ഹൃദയം, അതുപോലെ അനുതാപം വേണം. എന്താ, നമ്മൾക്കൊരു തെറ്റ് പറ്റിയെങ്കിൽ ദൈവമേ പറ്റിപ്പോയി ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് തമ്പുരാന്റെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയൊരു കൃപ, അത് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു കൃപയാണ്. നമ്മൾ അതിലേക്ക് യാത്ര തിരിച്ചാലേ നമ്മുടെ ദൈവം 100% എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമെന്ന് എനിക്ക് അന്ന് ബോധ്യമായി. അപ്പോൾ കർത്താവിന്റെ വലിയൊരു അത്ഭുതമാണ് എനിക്ക് ആ വചനത്തിലൂടെ മനസ്സിലാക്കി തന്നത്. അതുപോലെ തന്നെ നിയമോർത്തന പുസ്തകം 4-ാം 7-ാം തിരുവചനം, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? തീർച്ചയായിട്ടും നമ്മുടെ ദൈവം സമീപസ്ഥമാണ്, നമ്മുടെ കൂടെയുള്ളൊരു ദൈവമാണ് എന്ന് എനിക്ക് ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് ഒരു വലിയ സന്ദേശം തന്നനുഗ്രഹിച്ചു. യേശുവേ ആരാധന. ഈ വചനങ്ങളെല്ലാം ഒരുപാട് മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിച്ച വചനങ്ങളാകുന്നു. അപ്പൊ നമ്മുടെ ദൈവം നമ്മൾ ഓരോ സമയത്തും നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരു രക്ഷിതാവാണ് നമ്മുടെ ദൈവം. ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവ് സർവശക്തനാണ് എന്ന് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ 2018 to 2025 വരെയുള്ള കാലഘട്ടത്തിൽ ദൈവം ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു.